നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. കുറേ പേർക്ക് എളുപ്പമുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോഴും കുറച്ച് പേര് ആശങ്കയിലാണ് ഇരിക്കുന്നത്. കാര്യം ഇത് നമ്മളുടെ മാത്രം പ്രശ്നമാണോ, അതോ എല്ലാവർക്കും വട്ടായി പോയതാണോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടിലാണ്. അപ്പോൾ പേപ്പർ 2 ഒക്കെ കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞൊരു കാര്യം, എല്ലാം ചറവറ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാത്രം പ്രശ്നമാണോ, അതോ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നതാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ 1 പേപ്പർ 2, വളരെ എളുപ്പമായിരുന്നോ അതോ നല്ല ടഫായിരുന്നോ, ഇതിനെക്കുറിച്ച് നമ്മൾക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ്, നിങ്ങൾക്ക് എന്താണ് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം തോന്നിയത്, നിങ്ങളുടെ ഐഡിയാസ് എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ കീ വന്നിട്ട് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് അതും കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് അനാലിസിസിലേക്ക് പോകാം. ആദ്യം നമുക്ക് പേപ്പർ 1 നോക്കാം, അതിനുശേഷം പേപ്പർ 2 പോകാം. ഓക്കെ, അപ്പോൾ പേപ്പർ 1 നോക്കുമ്പോൾ നമുക്ക് ഇത്രയും സബ്ജക്റ്റുകളാണുള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ എത്ര നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹിസ്റ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഹിസ്റ്ററി അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം, വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചോദ്യം അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് സമയം പോകുമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ടഫാക്കാനായിട്ട് PSC നോക്കിയിട്ടില്ല. പ്രീവിയസ് ഇയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി നമ്മുടെ ഫണ്ടമെന്റൽ സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ കുറച്ച് ടഫായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ഒരു മാത്സ് ഫോളോയിങ് ടൈപ്പാണ്. ഇപ്പോൾ വോൾട്ടയറിൻ്റെയും മൊണ്ടസ്ക്യൂക്കിൻ്റെ ഒരു മാത്സ് ഫോളോയിങ് ടൈപ്പ് ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം കുറച്ച് ടഫാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു 2-3 അറിയാമെങ്കിൽ പോലും നമുക്ക് ആൻസറിൽ എത്താൻ സംശയം തോന്നുന്ന ഒരു ചോദ്യമായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജനറലി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അന്ന് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്, ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഫാക്ച്വൽ സാധനങ്ങളിൽ നിന്ന് പതുക്കെ മാറി ആ ക്രോണോളജി, നമ്മൾ ഏത് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാലും, വേൾഡ് ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള ആയിക്കോട്ടെ, ഏത് പഠിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് ആ ക്രോണോളജി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അത് PSC കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ എവിഡൻസ് കാണിച്ചു തരുന്നുണ്ട്. അതിപ്പോഴും കണ്ടു, അതിന് മുമ്പുള്ള ചോദ്യങ്ങളും കണ്ടു. ഇപ്പോൾ കേസിന് നമ്മൾ കണ്ടു, അതിന് തൊട്ട് മുമ്പ് നടന്ന പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിൽ എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ആ രീതിയിൽ വേണം ഇനി അങ്ങോട്ടേക്ക് പഠനം. ഇതുവരെയും അങ്ങനെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി ആ രീതിയിൽ വേണം നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഈ ചോദ്യം ഇപ്പോൾ ടഫാണ് എന്ന് നമ്മൾ പറഞ്ഞ ആ ചോദ്യം പോലും നമ്മൾ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എക്സാം ഹോളിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ എക്സാം ഹോളിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഈ ഒരു കാര്യം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ എക്സാം ഹോൾ കാര്യം, ഈ ഒരു പ്രോസസ് കൂടെ കടന്നു പോകുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ പ്രഷർ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുറച്ച് ടഫ് തന്നെയാണ്. സോ അതുകൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ വിലയിരുത്താൻ. ഓക്കെ, സോ അടുത്തത് കേരള ഹിസ്റ്ററി വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. ഇതും മുമ്പ് പ്രീവിയസ് ഇയറിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യം എത്തിയത് ആരാണ്, ഫ്രഞ്ചാണ്, പോർച്ചുഗീസാണ്, ഫ്രഞ്ചാണ്, പോർച്ചുഗീസാണ്, ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. കർത്താസ് അല്ലെ, കർത്താസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ ഹിസ്റ്ററിക്കകത്തും പഠിക്കുന്നുണ്ട്, കേരളക്കകത്തും പഠിക്കുന്നുണ്ട്. സോ ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു നിലവാരം അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു ടഫ്നെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ. 7 ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊരു 5 ചോദ്യം വരെയൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഹിസ്റ്ററിക്കകത്ത് വന്നിട്ടുള്ളത്. ഇനി ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇതിന് തൊട്ട് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്ന ഹൈദരാബാദാണ്. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂറ്റി, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എക്സാം ഹോളിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോവാം. കാര്യം ഒന്ന് ലെങ്തി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ഇതിൻ്റെ ഇടയ്ക്കാണോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ നമ്മൾ മറ്റേ CMRGL അല്ലെ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ വരച്ചൊക്കെ നോക്കിയിട്ട് ഇതിൽ ആൻസറിൽ എത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കും. പക്ഷേ ഈ ചോദ്യം അത്യാവശ്യം എളുപ്പമാണ്, പക്ഷേ ആ പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയും പൊതുവെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്, അതുപോലെ തന്നെ 0 ഡിഗ്രി എന്താണ്, 90 ഡിഗ്രി എന്താണ്, പ്രഷർ ബെൽറ്റുകൾ എന്താണ്, കാറ്റ് അങ്ങോട്ട് വീശും ഇങ്ങോട്ട് വീശും, ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്നതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിലാണ് ചോദിച്ചത്. പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ഒരല്പം മാറ്റിമറിച്ചുകൊണ്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ.
ആ മേഖലയിൽ നിന്നാണ്. അതിനകത്ത് സ്പോർട്സിൽ നിന്ന് അത്യാവശ്യം ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആർട്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചർ സൈഡിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് നമ്മുടെ ആ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ചോദ്യങ്ങളൊന്ന് വായിക്കാം. ഇപ്പോൾ കുമാരനാശാൻ്റെ കൃതിയിലെ ഒരു വരി തന്നിട്ട് അത് ഏത് കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലിറ്ററേച്ചറിനോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ വായനാശീലമുള്ള ഒരു വ്യക്തികൾക്കോ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ നീലക്കുയിൽ അത് അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതേസമയം അക്കിത്ത എന്ന് പറയുന്ന ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, കലാരൂപങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ആ കലാരൂപങ്ങളുടെ കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കുന്നില്ല. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ പൊരുളധികാരം ഏതുമായി ബന്ധപ്പെട്ട് ഏതിൻ്റെ പാർട്ടാണെന്നുള്ളത്, തിരുക്കുറലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമൊന്നുമല്ല, അതും അത്യാവശ്യം ടഫ് തന്നെയാണ്. സോ ആർട്സിൻ്റെ ചോദ്യങ്ങൾ കുറച്ച് ടഫാണ്, ഒരു ഹാർഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളല്ല, കുറച്ച് ടഫ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നുമില്ല. അതേസമയം എക്കണോമിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ 7 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ 7-ൽ ഒരു 5 ചോദ്യം വരെ ശരിയാക്കാനായിട്ട് നമ്മൾക്ക് സാധ്യതയുണ്ട്. അതിനകത്ത് നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മാംഗനീസിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിൽ ഈ പറഞ്ഞ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അത്യാവശ്യം ഇന്ത്യ ഒരു മേജർ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്, താഴെ തന്നിരിക്കുന്ന ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാംഗനീസ് ആയിരുന്നു എൻ്റെ ഉത്തരം വരുന്നത്. അത് എല്ലാവർക്കും അറിയണമെന്നില്ല, അത് കുറച്ച് ടഫ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരു 5 ചോദ്യം വരെ, ഇപ്പം GST നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്, GSTക്കകത്ത് ചോദ്യം വരുന്നത്. ഒന്ന് GST കൗൺസിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ GST ആ ടാക്സ് റെജീമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതും നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റ് സീരീസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ എക്കണോമിക്സും പൊതുവെ ഒരു ഈസി ടു മോഡറേറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എക്കണോമിക്സിനകത്തും വന്നിട്ടുള്ളത്. ഓക്കെ, 1-2 ചോദ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ചോദ്യം നോക്കേ, ഗ്രീൻ റവല്യൂഷൻ അല്ലേ, പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. അതിനകത്ത് ബിമൽ ജലാൻ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി സയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സയൻസിനകത്ത് നമുക്ക് 3 സബ്ജക്റ്റിലാണുള്ളത്. ഫിസിക്സ് ഉണ്ട്, ലൈഫ് സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഈ 3 സബ്ജക്റ്റിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ഫിസിക്സ് ഒക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഒരു ബേസിക് SCERT NCERT നോളജ് ഉള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിച്ചു പോയ ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഫിസിക്സിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ചിന്തിച്ച് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ ഫിസിക്സിനകത്ത് വന്നിട്ടില്ല. ഈ ചോദ്യങ്ങളൊക്കെ കണ്ടോ, ഡയറക്റ്റ് ടെസ്റ്റ് സീരീസിൽ നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്ത് തഴക്കം വന്നൊരു കുട്ടിക്ക് ഒറ്റ നോട്ടം തന്നെ ആൻസർ പറയാൻ പറ്റും. അപ്പം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഈ ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രിൻസിപ്പിൾ അത് മാത്രം, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും അല്ലേ. അതുപോലെ വർക്കിൻ്റെ ഈ ഒരു ചോദ്യം, അതിനകത്ത് 0 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, B അല്ലെങ്കിൽ D. പിന്നെ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഒരു ചലഞ്ച് ആയിട്ടുള്ളൂ. സോ ഇത് നമുക്ക് എളുപ്പത്തിൽ പറയാം. അതുപോലത്തെ ചോദ്യങ്ങൾ കണ്ടോ, ടെസ്റ്റ് സീരീസിൽ സ്ഥിരം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി EM വേവ്സിനകത്ത് ഇത് നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചോ. ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും റേഡിയോ വേവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് പർപ്പസ് ആണെന്ന് അറിയാലോ. ബാക്കി ഒന്നുമായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. സോ അത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഫിസിക്സിനകത്ത് വന്നിട്ടുള്ളത്. അതേസമയം കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിക്കകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ടഫാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കമ്പാരിറ്റീവ്ലി. അതായത് ലൈഫ് സയൻസ് അതുപോലെ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രിക്കകത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് ടഫാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ 21 ടോട്ടൽ സയൻസ് സബ്ജക്റ്റും എല്ലാം കൂടെ ചേർത്ത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 15+ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എടുക്കുകയാണ്. അതിനകത്ത് മാത്സ് 15 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഈ 15-ൽ ഒരു 3 ചോദ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 12 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് മാത്സ് എല്ലാം ചെയ്തു തീർക്കാൻ സമയം കിട്ടിയില്ല. അതായത് ചില ലെങ്തി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അവർ ട്രാപ്ഡായി പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഒരു 12ഓളം ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിൽ 15-ൽ 12ഓളം ചോദ്യങ്ങൾ വരെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഒരുപാടൊന്നും ടഫാക്കിയിട്ടില്ല. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു ലോക റിവിഷൻ സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ടുള്ള മലയാളം ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിവിഷൻ സെഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അടിമത്വം,
ആ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ദാ ഈ ചോദ്യങ്ങൾ എത്ര തവണ BSc ചോദിച്ചിട്ടുണ്ടെന്ന് BScക്ക് പോലും ഓർമ്മയില്ല. ദാ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടോ, ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ റിവിഷൻ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കേട്ട് വിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. ഇനി നമുക്ക് പേപ്പർ 2ലെ അനാലിസിസിലേക്ക് പോകാം. പേപ്പർ 2 ചെയ്തു തുടങ്ങിയപ്പോൾ പലർക്കും തോന്നിയൊരു കാര്യം, അവർക്ക് എല്ലാവർക്കും ആൻസറുകൾ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ആൻസർ കിട്ടുന്നു. അതിനകത്ത് എല്ലാവരും പേടിയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു 3 സബ്ജക്റ്റാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, 2 മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കേരള എക്കോണമി. ഇത് 3 എങ്ങനെ ചോദിക്കും? പ്രത്യേകിച്ച് കഴിഞ്ഞ KS എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ ആ KS എക്സാമിന് കേരള എക്കോണമി ചോദിച്ചിട്ടുള്ളത് നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത കുറേ ഫാക്റ്റുകൾ അല്ലേ, ആ ഫാക്റ്റുകൾ അതുപോലെ തന്നിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്, ലെങ്തി സ്റ്റേറ്റ്മെൻറ്റുകളാക്കിയായിരുന്നു ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിൽ വന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചു പോയത്. പക്ഷേ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ കേരള എക്കോണമിക്ക് കട്ട്. അപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ കേരള എക്കോണമിയിൽ നിന്ന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് പേപ്പർ 2ൻ്റെ അനാലിസിസിലൂടെ നോക്കാം. പേപ്പർ 2ല് ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻ്റ് ആണ്. ഇത് മൊത്തം 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 20-ൽ ഒരു 5 ചോദ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, 5 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചോദ്യം വളരെ ഫാക്ച്വലാണ്, കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ, അത് കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു ചോദ്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടിജൻസി തിയറി അറിയാവുന്നവർക്ക് അത് ഒന്നുകിൽ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തായിരിക്കാം കണ്ടിജൻസി തിയറി എന്ന് ആലോചിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എല്ലാവർക്കും പറ്റത്തില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കണം. എക്സാം ഹാളിൽ ആ പ്രഷർ സിറ്റുവേഷനിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ കണ്ടിജൻസി തിയറി നമുക്കറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാക്സ് വെബറിൻ്റെ കാര്യം, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ ഒരു മാത്സ് ഫോളോയിങ് ഒരു എന്താണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് കിട്ടണമെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ചോദ്യമുണ്ട് ആൽഫബറ്റ് കോഡ് D, അതിനകത്ത് 20ാമത്തെ ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നോളജി. ജെയിംസ് തോംസന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് താഴെ തന്നിരിക്കുന്നത് അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ 20-ൽ ഒരു 5 ചോദ്യം നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 15 ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും കൂടെ ചേർത്തിട്ട് ഒരു 15ഓളം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് സാധ്യതയുള്ളൊരു പേപ്പർ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും രണ്ടും കൂടെ ചേർത്തിട്ട് അതും ഒരു 20 മാർക്കുണ്ട്. ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, അല്ല ചില ചോദ്യങ്ങളെന്ന് ഞാൻ പറയാൻ കാര്യം അത്യാവശ്യം ആർട്ടിക്കിളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതിനകത്ത് വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ, പ്രസിഡന്റുമാരുടെ ക്രോണോളജിക്കൽ ഓർഡറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ണുമൂടി നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി പ്രിവിലേജസ്, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ഡോക്ട്രൈൻ ഓഫ് ഓക്യുപ്പൈഡ് ഫീൽഡ് എല്ലാവർക്കും കിട്ടണമെന്നില്ല, കുറച്ച് ടഫാണ്. അത്തരത്തിൽ ഒരു 5-6 ചോദ്യം മാറ്റി നിർത്തിക്കാൻ, 5-6 ഇല്ല, ഒരു 4 ചോദ്യമൊക്കെ വരുള്ളൂ. ഓക്കെ, ചില കേസസ്, ഇപ്പോൾ L. ചന്ദ്രകുമാർ കേസ്, അതും എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക റിവിഷൻ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് L. ചന്ദ്രകുമാർ കേസ് എന്താണെന്നും അത് എന്തിനെക്കുറിച്ചാണെന്നും അതിൻ്റെ റിലവൻസ് എന്താണെന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ, പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും കിട്ടേണ്ട ഒരു ചോദ്യമല്ല, കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ 20-ൽ നമുക്ക് പൊളിറ്റി പറയുന്ന മേഖലയിലും ഒരു 15-16 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 13-നും ഒരു 15-നും ഇടയിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് പൊളിറ്റിക്കകത്തും വന്നിട്ടുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അത്യാവശ്യം പത്രം വായിച്ചില്ലെങ്കിൽ ജസ്റ്റ് ആ റിവിഷൻ ക്ലാസ്സസ് കണ്ടിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും കൃത്യമായിട്ട്. അത് അതുപോലെ തന്നെ ചോദിച്ചു. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു സംഭവം കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത നമുക്ക് കേരള എക്കണോമിയുടെ ചോദ്യങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് ജസ്റ്റ് നോക്കാം. കേരള എക്കോണമി, അതിനകത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് കേരളയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്നുള്ളതാണ്. ഇതേ ചോദ്യം, അതായത് 3.4% എന്നുള്ളത് നമ്മുടെ KS എക്സാം, KS പ്രിലിംസ് എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പായിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേരള എക്കോണമി. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി ചോദ്യങ്ങളൊക്കെ തന്നെ
നമ്മൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ലോജിക്കലായിട്ട് തോന്നുന്ന ഒരു ഓപ്ഷനുള്ള അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ കുത്താൻ തോന്നൂ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരള എക്കോണമിക്കകത്ത് വന്നിട്ടുണ്ട്. കേരള എക്കോണമി മാത്രമല്ല, അതിനകത്ത് വന്നിട്ടുണ്ട്, എൻവയോൺമെൻറ്റിൽ വന്നിട്ടുണ്ട്, ഡിസാസ്റ്ററിൽ വന്നിട്ടുണ്ട്, ഇ ഗവേണൻസിലും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അതിനകത്ത് ആ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും ലോജിക്കലായിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് കുത്താൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ. അങ്ങനെ നമുക്ക് കുറേ ചോദ്യങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു പേപ്പർ കൂടിയാണ് പേപ്പർ 2. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യമൊക്കെ ഉണ്ട്, കേരള ഗവൺമെൻറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ഷെയർ അത് നമ്മുടെ ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ കൂടുതലാണോ, കുറവാണോ, ഈക്വൽ ആണോ, അതോ നെഗ്ലിജിബിൾ ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ കേരളം അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ ഒരു മുന്നേറ്റം കൈവരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കേരള റെമിറ്റൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ, കേരളത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അപ്പോൾ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു, ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം വാർത്തകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉള്ള ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. എൻവയോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ അവസ്ഥ ഇതിലും വ്യത്യസ്തമൊന്നുമല്ല, ഓൾമോസ്റ്റ് എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻവയോൺമെൻറ്റിനകത്ത് ഇപ്പോൾ കോഡ് ഡിയിൽ 77ാമത്തെ ചോദ്യം, ഈ 77ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് UPSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യം അതുപോലെ റിപ്പീറ്റ് ചെയ്തു വന്നത്, ഒരു വ്യത്യാസമില്ല. UPSCയുടെ വർഷം എനിക്ക് ഓർമ്മയില്ല, 2022 എന്നാണ് എൻ്റെ ഓർമ്മ, 22 എന്തോ ചോദിച്ചിട്ടുള്ള ചോദ്യം അതുപോലെ റിപ്പീറ്റ് ചെയ്തു വന്നു. അപ്പോൾ UPSC നല്ല രീതിയിൽ PSC കടം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം 100% ശരിയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന എൻവയോൺമെൻറ്റ് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, പലരുടെയും ടൈം പോയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് എൻവയോൺമെൻറ്റ്. കാര്യം എൻവയോൺമെൻറ്റ് അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എൻവയോൺമെൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെയും സമയം പോയിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയും കൂടെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അതിൽ പ്രകാരം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ തന്നെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം ചോദിച്ചാൽ സെൻഡായി ഫ്രെയിംവർക്കും ഹ്യൂഗോ ഫ്രെയിംവർക്കും, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഹ്യൂഗോ ഫ്രെയിംവർക്കിനേക്കാൾ എന്തിലാണ് സെൻഡായി ഫ്രെയിംവർക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നതാണ്, സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അത് നോക്കിക്കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബി സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് സ്ട്രോങ്ങർ എംഫസൈസ് ഓൺ പ്രൊയാക്റ്റീവ് റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസീലിയൻസ്. ആ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ടേം വന്നിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ തന്നെ ചിലപ്പോൾ നമുക്കുള്ള ഉത്തരം കിടപ്പുണ്ടായിരിക്കും, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ അത്യാവശ്യം ഒരുപാട് പേർക്കും അതിന് സാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ റിവിഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇ ഗവേണൻസും ഇതുപോലെ തന്നെയാണ്. ഇ ഗവേണൻസിനകത്ത് അക്ഷയ പ്രോജക്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അക്ഷയ സെൻറ്ററിലൊക്കെ പോയി ക്യൂ നിന്നവരൊന്നും ജന്മത്തിൽ മറക്കാൻ പോകുന്നില്ല അക്ഷയ പ്രോജക്റ്റ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും എക്സ്പേർട്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത്തരത്തിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം നോക്കിക്കഴിഞ്ഞാൽ, പേപ്പർ 1ൽ ആ ഒരു ജനറൽ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു പോവാം. പേപ്പർ 1ൽ നമുക്കൊരു 60+ അല്ലെങ്കിൽ ഒരു 55-65 റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പേപ്പറായിരുന്നു പേപ്പർ 1. ഓക്കെ, ഇനി പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ പേപ്പർ 2ലും ഏകദേശം ഒരു 60+ തന്നെ അവിടെയും സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു പേപ്പറായിരുന്നു പേപ്പർ 2. അപ്പോൾ പേപ്പർ 1ലും 2ലും ഇത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് അത്യാവശ്യം, അതായത് ഞാൻ പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കട്ട് ഓഫ്, ഇപ്പോൾ അതിന് വന്നത് 95 അടുപ്പിച്ചാണ് കട്ട് ഓഫ് വന്നത് അല്ലേ. ആ റേഞ്ചിനേക്കാൾ എന്തായാലും മുകളിൽ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കീ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാരണവശാലും വിട്ടുപോരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് തോന്നുന്ന കാര്യങ്ങൾ, എക്സാമിന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞു.
ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വരാൻ പോകുന്ന നിങ്ങളുടെ ദൗത്യത്തിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് കയറിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. കയറിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തതിൽ കയറും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു ഗൈഡ് ലൈൻ, ഒരു ഗൈഡൻസ് തരാനായിട്ട് സെപ്റ്റംബർ 29-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച 7 മണിക്ക്, രാത്രി 7 മണിക്ക് ഒരു മാസ്റ്റർ ക്ലാസ്, ഓൺലൈൻ ഫ്രീ മാസ്റ്റർ ക്ലാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എക്സാമിൽ നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിലൊരു വിജയം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.